എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിയുണ്ട എന്ന് പറയുന്ന ചെറിയൊരു റെസിപ്പി 4 മണി കാപ്പിക്ക് പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരി 1/2 കിലോ എടുത്ത് കഴുകി ഉണക്കിയിട്ടുള്ള അരിയാണ്, അതാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ശർക്കര, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള നാളികേരത്തിൻ്റെ പകുതി, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ കിസ്മിസ്, ഏലക്കായ, കുറച്ച് നെയ്യ്, കുറച്ച് എള്ള്. ഇത്രയാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതെല്ലാം നിങ്ങൾ ഇതിൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കട്ടിയുള്ള ഒരു ചീൻചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരി ഇട്ടിട്ട് അരി നന്നായി വറുത്തെടുക്കുക. അപ്പോൾ ഈ അരി നന്നായി വറുക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ഉണ്ടോ, അരി ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അതിങ്ങനെ പൊട്ടി വലുതായി വരുന്നത് കാണാം. ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് കടിച്ച് നോക്കിയാൽ മതി. ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കുക. കടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിക്കും ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടണത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അരി വറുത്തിട്ടുള്ള ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് ഏറ്റവുമായിട്ട് നമ്മൾ പൊരി പോലെ ഇങ്ങനെ ഒന്ന് പൊരിഞ്ഞു വരും, ഇത് മുകളിലേക്ക് വലുതായി വരും ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊന്ന് ഒന്ന് കടിച്ചു നോക്കുക, പച്ചക്ക കടിക്കണ്ടോന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ പാകം, കറക്റ്റായിട്ടുള്ള പാകം. അത് എന്നിട്ട് ആയി കഴിഞ്ഞാൽ എടുത്തു വെച്ച് ചൂട് ആറുന്നവരെ വെച്ച് മിക്സിയിലിട്ട് നന്നായി ഇതുപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു പിടി പൊടി നമ്മൾ മാറ്റി വയ്ക്കുക. കാരണം അത് നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട് പൊടിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള്ള് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുത്താൽ മതി അത്. ഇനി നമ്മൾ ഈ വറുത്തെടുക്കുന്നത് എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ട് നേരെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പൊടിയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് പൊടി മാറ്റി വയ്ക്കുക ആദ്യം തന്നെ. എള്ള് നമുക്ക് ആ ഒരു വറവ് വരുന്നത് നമുക്കറിയാം. ഡ്രൈ ആയിട്ടുള്ള എള്ള് നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കുക. ഇതിൽ ഈ എള്ളും എല്ലാം നമ്മൾ കഴുകി ഉണക്കിയിട്ടുള്ള സാധനങ്ങളാണ്, അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നിങ്ങൾ നോക്കുക എങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഇതാണ്, ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ തവിടുള്ള അരി ആണ് നമ്മൾ എടുത്തിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം. തവിട് നല്ലതാണ് നമ്മൾ കഴിക്കാൻ. ഇപ്പോൾ ആരും തവിടുള്ള അരിയൊന്നും ചോറ് വയ്ക്കാനൊന്നും കഴിക്കണില്ല. അപ്പോൾ എന്തായാലും തവിടുള്ള അരി കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് തവിട് അകത്തി പോട്ടെ വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, തവിടുള്ള അരി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ സാധാരണ അരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. പച്ചരി ഉണക്കല്ലരിയും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ചോറ് വയ്ക്കുന്ന അരി വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ആവശ്യത്തിന് മധുരം, അതുപോലെ കടുപ്പം, നല്ല മുറുക്കം വരാത്ത രൂപത്തിൽ വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യം ഞാനിതിൽ പറയാം. നമുക്ക് ശർക്കരപ്പാവ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൽ ശർക്കര നമ്മൾ 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കി വെച്ചിട്ടുള്ളത്. അത് ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണിത്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി, മുഴുവൻ നമുക്ക് ആവശ്യം വരില്ല. 1/2 കിലോ പൊടിയിലേക്ക് നമുക്ക് മുഴുവൻ വേണ്ട. ഒരു 350-400 ശർക്കരയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ശർക്കരപ്പാനി. അപ്പോൾ ഇതിൽ ബാലൻസ് പറഞ്ഞാൽ നമുക്ക് കുപ്പിയിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി ഒരു പാവ് പരുവം ആക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, പാവ് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയിലുള്ള നൂല് വരുന്ന പോലെ പരുവം ആവരുത്. അതിൻ്റെ മുന്നേ ഇതൊന്ന് കട്ടി ആയി കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. നല്ല പാവ് കട്ടി നൂല് പോലെയുള്ള പരുവമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കടിച്ചാൽ പൊട്ടാത്ത രീതിയിലേക്ക് മാറും. നാല് മണിക്ക് ചായക്ക് പറ്റിയ ഒരു സാധനമാണിത്. അധികം സമയമൊന്നും വേണ്ട. നമുക്ക് ഈ അരി വറുത്തെടുത്ത് പൊടിച്ച് ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയം 1/2 മണിക്കൂറാണ് മാക്സിമം നമുക്കിതിന് ടൈം ചിലവാവുള്ളൂ.
അപ്പോൾ തിക്ക് കൂടുതലായി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതുപോലെ ഒഴിച്ച് നമുക്കൊന്ന് തിക്ക് കുറയ്ക്കാതെ. അപ്പോൾ നോക്കുക, ഇത് ഇപ്പോൾ ഒരു വിധം പാകമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് ആവേണ്ടത്, നല്ല നൂല് പോലെ ആവരുത്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ തീ കുറയ്ക്കുക. കൈമ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കട്ടി ആവണം, നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാത്. ഇനി നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആ പൊടിയും കൂടിയും ഇതിലിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും അതുപോലെ എള്ളും ഇതിലും ആവശ്യത്തിന് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം, യാതൊരു കുഴപ്പമില്ല. അതുപോലെ നെയ്യ് നമുക്ക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നെയ്യ് കൂടുതൽ ഒഴിച്ചാലും യാതൊരു കുഴപ്പമില്ല. നെയ്യ് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി ഒന്നുകൂടി സെറ്റായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ പണി കഴിഞ്ഞു. നന്നായിട്ട് ആ ഏലക്കായ പൊടിയും കൂടി അതിൽ മിക്സ് ആയാൽ മതി. തീ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. നമ്മൾ പൊടി ഇളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് തീയിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കുക വേണ്ട. അപ്പോൾ ഉരുട്ടിയെടുക്കാൻ നോക്കുക, നമ്മൾ പൊടിയുണ്ട്, അതുപോലെ ഇലയോ എന്തെങ്കിലും എടുക്കുക. ഇതിപ്പോൾ നമുക്കിവിടെ പ്ലാവിലുള്ളതുകൊണ്ട് നമ്മൾ പ്ലാവിൻ്റെ ഇലയിൽ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ മടക്കി എടുക്കേണ്ടത്. കാരണം നല്ല ചുടുക്കനെ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതുകൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ ആക്കിയെടുക്കാം വേഗം. അപ്പോൾ ഇലയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുക. അപ്പോൾ വേഗം അത് ഉരുണ്ട് കിട്ടും നമുക്ക്. ഈ ഇലയില്ലാത്ത ആൾക്കാർ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവറോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കുക. കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയുള്ള പണി കണ്ടു. അപ്പോൾ ആ പൊടിയും കൂടി ആയിക്കഴിയുമ്പോൾ നമുക്കതൊരു വേറൊരു കളർ കിട്ടും. നമുക്കത് പൊട്ടിക്കുമ്പോൾ അപ്പോൾ അതൊരു വേറൊരു കളറാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള സൈസ് ഈ ഒരു സൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1/2 കിലോയിൽ ഒരു 15 ലഡ്ഡു ഉണ്ടോളം കിട്ടും ഈ വലുപ്പത്തിലുള്ളത്. ഇത് അത്യാവശ്യം നല്ല വലിയ ഉണ്ടയാണത്. നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക. ചെറുത് ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സുകളിൽ ഇനിയും നമുക്ക് ഈത്തപ്പഴം എന്ത് വേണമെങ്കിലും ഇതിലിടാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് ചെയ്യാം. ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു. സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണെന്ന് ഞാൻ പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ കളർ കണ്ടില്ലേ, നല്ല ഒരു കളറാണ്. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള ആ ഒരു കളർ കിട്ടും നമുക്ക് ഉൾഭാഗം പൊട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കളറാണ് ഇതിൽ ഉണ്ടാവുക. ഇനി നോക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടി മാറ്റി വയ്ക്കാൻ നമ്മൾ ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പൊടി മുഴുവൻ നമുക്ക് ചിലവായിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഈ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചിരകിയതും കുറച്ച് പഞ്ചസാരയും കൂട്ടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു അവലൂസ് പൊടി പോലെയുള്ള ഒരു സംഭവം നമുക്ക് അപ്പോൾ തന്നെ കഴിക്കാവുന്ന ഒരു രീതിയിൽ നമുക്ക് അത് എടുക്കാം. അതും വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉണ്ടയായിട്ടുള്ളതിൻ്റെ ടേസ്റ്റും അറിയാം. പഞ്ചസാര ഇട്ടിട്ടുള്ള നാളികേരം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതിൻ്റെ ടേസ്റ്റും നമുക്ക് ഈസി ആയിട്ട് അറിയാനും പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ, റിപ്ലൈ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.